ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇലച്ചെടിയുമായിട്ടാണ് കേട്ടോ. എനിക്ക് ഈ ചെടി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഇത് ഒത്തിരി ഒരു ചെറിയൊരു തണ്ട് നിലത്ത് വെച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാടങ്ങ് പടർന്നിട്ട് ഒരുപാട് നല്ല ഭംഗിയിലങ്ങ് പടർന്ന് ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി ഇതുപോലൊരു തണ്ടെടുത്തതിന് ശേഷം ആ മേളിഭാഗം കണ്ടില്ലേ, അവിടം വെച്ച് നിലത്ത് തട്ടതിന് ശേഷം അല്ലെങ്കിൽ ചട്ടിയിലോ എല്ലാം നട്ടുപിടിപ്പിച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ഇത് അതുപോലെ തന്നെ നമുക്ക് തണ്ടൊടിച്ചതിന് ശേഷം ഒടിച്ചതിന് ശേഷം ഒന്നീ വെള്ളത്തിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടികളിലോ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ചെടി നട്ടുപിടിപ്പിച്ചെടുക്കാം. വേഗം നമുക്ക് വേര് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്ലാന്റ് ഉണ്ട്. ഈ പിങ്ക് കളർ പ്ലാന്റ് കണ്ടല്ലേ, ഇത് നല്ല ഭംഗിയാണ്. ഇത് ബുഷിയായിട്ട് നമുക്ക് നിർത്തിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് നീളത്തിൽ വിടാതെ കട്ട് ചെയ്ത് നമുക്ക് ബുഷിയായിട്ട് നിർത്തുവാണെങ്കിൽ വളരെ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഇതുപോലെ തന്നെ ബുഷിയായിട്ട് നമ്മൾ നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. നമുക്ക് അതിർവരമ്പുകളിലൊക്കെ പിടിപ്പിച്ച് ഒരേ ലെവലിൽ കട്ട് ചെയ്ത് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, എങ്കിൽ തന്നെ നല്ലതായിട്ട് ബുഷിയായിട്ട് വളർന്നു വരും. അത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച മഞ്ഞ് വീണ് കിടക്കുന്ന ഉണക്കത്തെ ഒരു പ്ലാന്റില്ലേ, അത് ഞാൻ ഒരെണ്ണം ഒരു ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചെടുത്തതാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ.